എൻ്റെ പ്രിയപ്പെട്ടവരെ, അനില സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഉടമ്പടിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തുമാത്രം തെറ്റാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഉടമ്പടി അവളുടെ ജീവിതം ചെയ്ത തെറ്റുകളെല്ലാം, ഉടമ്പടിയുടെ ക്രമങ്ങൾ എല്ലാം ശരിയാക്കി. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്? നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു കൊല്ലമേ B2 പരീക്ഷയ്ക്ക് 1 കൊല്ലം മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. അവൾക്ക് ജോലി കിട്ടാതെ ശരിക്കും പറഞ്ഞാൽ B2 2-ാം കൊല്ലമായി, 2 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അവൾ വിചാരിച്ച് അവളുടെ മെറിറ്റ് പോയി. അപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് B2 എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, പക്ഷേ എൻ്റെ മെറിറ്റ് എനിക്കില്ല, അറിയാം, നിൻ്റെ ഗ്രേസിലാണ് ഞാൻ ആശ്രയിക്കണത്. 1 കൊല്ലം കഴിഞ്ഞവർക്ക് പോലും അവർ വിസ കൊടുക്കണില്ല. അതുകൊണ്ട് ഞാനിത് നിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന. അപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്? മാതാവിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മയാണ് എനിക്കിത് ഈ B2 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടും നീ ഇതെനിക്ക് തരികയാണെങ്കിൽ നീയാണ് തന്നതെന്നറിയാൻ നിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വിസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത അമ്മ? ഈ B2-ൻ്റെ 2 കൊല്ലം കഴിഞ്ഞിട്ടും ആ ബർത്ത്ഡേക്ക് അവൾ പറഞ്ഞ ഡേറ്റിന് അവൾക്ക് വിസ കൊടുത്തത്. ഇതാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിലോട് അടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി മക്കളെ. ഞാൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളനുസരിച്ച് ജീവിതം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ തോന്നിയ നിങ്ങളുടെ ഡീമെറിറ്റുകളെ ഒന്നും ഒരു ഡീമെറിറ്റല്ല, ദൈവമാണ് മെറിറ്റ് തീരുമാനിക്കുന്നത് അവൻ്റെ ഗ്രേസ് കൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാരീരിക ദുരിതങ്ങൾ, ജീവിത ദുരിതങ്ങൾക്കുമെതിരെ ദൈവിക ശാസന പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ അഭിഷേക സമയത്ത് മക്കളെ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് നിങ്ങളെ അവിടുത്തെ തിരുമുറുപാർന്ന വലതുകരം കൊണ്ട് സ്പർശിച്ചുകൊണ്ട് വിടുതൽ നൽകിക്കൊണ്ടും സൗഖ്യം നൽകിക്കൊണ്ടും ഇരിക്കും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് എല്ലാ മക്കളുടെ മേലും നിന്റെ പരിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന മാർഗരോഗങ്ങള്, തിരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജോലി തടസ്സങ്ങള്, എന്തിനു വേണ്ടിയാണോ എൻ്റെ മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസനെ കണ്ണിലിടുന്നത്, ആ ഓരോ കണ്ണുനീരുകളും ഓരോ വേദനകളും ഓരോ രോഗങ്ങളും, ഓരോ ശിസ്തുരോഗങ്ങള്, അൾസർ രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, സിസ്തി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, ബ്ലോക്ക് രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ, കരളിൻ്റെ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള കുടൽ രോഗങ്ങൾ, നടുവേദനയുടെ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സ്പോണ്ടിലോസിൻ്റെ രോഗങ്ങൾ, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങൾ, തലമുടി കൊഴിയുന്ന രോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. തിരവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ മഹത്വം, മഹത്വം, ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധനേ, പരമ
അറിവോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുമ്പിലാ. അറിവോടെ മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടിയുടെ നിയോഗങ്ങൾ കർത്തൃദിവസത്തിന് സമർപ്പിക്കുക. അടിയന്തര ആവശ്യങ്ങളെ പ്രത്യേകിച്ച് സമർപ്പിക്കുക. ആ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവ്, സാമ്പത്തിക ബാധ്യതകൾ, തൊഴിൽ തകർച്ചകൾ, ഓരോ പത്രങ്ങൾ, പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ, പ്രമാണങ്ങൾ, തടസ്സങ്ങളുള്ള വിഷയങ്ങൾ, വ്യക്തികൾ, തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീരിലാഴ്ത്തുന്ന പിശാചിൻ്റെ ലോകത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന, ഞങ്ങളുടെ വളർച്ചയും ഒരൊടിപ്പിക്കുകയും വാതിലടച്ചുകളയും ചെയ്യുന്ന വ്യക്തികളുടെ കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്തവരെ, വർഷങ്ങളോളം ഈ കാര്യത്തിൽ മരുന്ന് കഴിക്കുന്നവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ വൈവാഹ ജീവിതം വെറുത്തുപോയവർ, മടുത്തുപോയവർ, വിശുദ്ധമായ രക്തത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടുകൊണ്ട് അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി ആൾത്താരെ കയറാൻ മാതാവിൻ്റെ പ്രത്യക്ഷകൻ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ, വിസ പ്രോസസ് നടക്കുന്നവർ, വീണ്ടും വിസയ്ക്ക് പുതുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നവർ, PR വേണ്ടി കൊടുത്തിരിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുപയോഗിക്കുന്ന തൊഴിൽപരമായ അവരുടെ തടസ്സങ്ങൾ, മക്കളുടെ ദുർനടപ്പുകൾ, ചീത്ത സ്വഭാവങ്ങൾ, ജീവിത പങ്കാളികളുടെ വഞ്ചനകൾ, അതുമൂലം വേദന അനുഭവിക്കുന്നവർ, അകന്നും പിരിഞ്ഞും താമസിക്കുന്ന ജീവിത പങ്കാളികളെ കർത്താവിന്റെ വിശുദ്ധമായ ഐക്യപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.
Praise to Lord Jesus Christ and praise to my Mother Mary. I am Sharon and I am an MBBS graduate. I come from Trivandrum. I am a parishioner of the parish Mary Rani Church in Trivandrum. And I come life as an MBBS student. And initially, I came across Krivasanam from the newsletter, which we received from a neighbor of my grandmother's. And that person was really gentle and kind. And she explained everything. She said that this is a beautiful place filled with graces from the God. And even though we kept coming here at Bay for a couple of months, we decided to come here. We prayed rosary every day, and we did the mission works. We used to come to Krivasanam every month, and every month for the retreat, and then we used to buy the newsletters, and we distributed them in the churches nearby, and also so many places. We used to travel there and then distribute the papers. And after that, in 2019, I got admission to go to Georgia and study MBBS. My MBBS studies was going smoothly for only 1 year. And after that year, my father lost his job. And unfortunately, he had to come back because of the COVID crisis. And then we were struggling to pay my monthly rent. Also, the fees was a huge responsibility, and everything was going south, and we were all stressed and struggled. My mother always stayed in faith, but since I had so many distractions, like living alone for the first time, I had so many responsibilities, and I was always focused on myself. And I always thought myself to be inferior than all the other people, and I was losing my grades. Even though I studied really hard, I used to spend the nights studying, and I used to ask my friends to help me study. And the people who helped me, they always get good grades. But even though I studied just as much as them, I had a really bad grade responsibility, and everything was going south, and we were all stressed and struggled. My mother always stayed in faith, but since I had so many distractions, like living alone for the first time, I had so many responsibilities, and I was always focused on myself. And I always thought myself to be inferior than all the other people, and I was losing my grades. Even though I studied really hard, I used to spend the nights studying, and I used to ask my friends to help me study. And the people who helped me, they always get good grades. But even though I studied just as much as them, I had a really bad grade. US, so it's a different Georgia in Europe, and there people don't speak English a lot. Even the teachers, they only speak the necessary words in English. They don't wait to converse a lot. That's my experience. And because of that, the language barrier, I thought, how can I do the mission works with that language barrier? How can I do charity works? You have to talk to people and then know them in a personal way to help them, to tell them about Jesus. So I was struggling. I didn't know how to do all these works, and without mission works or charity works, being a part of the covenant is just wrong. So that was so difficult for me. But somehow I thought Mama Mary will show me a way, so I'll just take the covenant, and I strongly decided to become a part of the covenant. That's when everything changed. I started viewing the world differently. My grades were going up. I was getting A grades in all the subjects. The subjects which I thought were very difficult, it was difficult but manageable. It became very manageable. Because it felt like, even though I'm the one who's studying, Jesus is the one who is giving me all the answers. And ever since then, I told my mother that I'm getting so many blessings from God, so many amazing things. Anyway, I'm going to come back home for this annual vacation, and I will take the covenant. So we came back on August, and I became the part of this beautiful covenant family. And then I was able to receive the blessing of Reverend Father Joseph before returning to Georgia. So with so much optimism and a little bit of doubt, I went back to Georgia,
and on the second to go to that retreat and become a part of it. And I went to the retreat. It was a 3-day retreat, and on the third day, I started talking to a couple of students, and they told me that there is a volunteering service that we can do in this convent, and I was overjoyed. And I told Mama Mary, I prayed to her, I said, thank you so much for giving me the opportunity. And I asked the sisters over in that convent if I could come and work for them. And they said, you can come whenever you want. And I started going on every Saturdays, and the sisters started expecting me every Saturdays to come and work for them. It was such a beautiful experience to be able to help all the old people. The convent is a kind of an old age home also, so we take care of old people in that convent, and I was willing to do everything I can in order to help them, and it was such a rewarding and beautiful experience. And gradually, the sisters became like the closest people I have, and I started sharing everything with them, and I started making friends. The thought of being lonely or depressed and everything just went away. And since we were not really financially stable at that time, as my father didn't have a proper job, and even the job he had was not enough to pay for my rent and the bills and everything, and I was not able to get a job there. So we were struggling, and one day, this is one of the best miracles that I will always remember, because that is so close to my heart. One day I was really struggling to have faith, because it was like the faith that I have is slowly just dropping away. And I told Mama Mary that whenever I have doubts, whenever I have an issue, I always talk to my own mother, and my mother talks back to me, and then in that way I get a reassurance, and I feel comforted and happy. But since I was studying in a different country, and talking to my parents through the phone and explaining my problems through the phone was not an easy job, because I get distracted, and I feel like I'm never going to get a proper answer through the phone. So I told Mama Mary that you have to help me somehow. Just promise me that you will be a mother to me, because that's the best thing that a girl can have, to have a mother in heaven who will always look at her with smiling face and arms stretched out. So I asked her to be a mother to me, to care for me, and always listen to my prayers. And even if I cannot always audibly hear her response, but to show me some way, in a littlest way, to show me that she is listening to me. So this was the day of Pentecost vigil, and we had a night vigil prayer in the convent that I earlier said. And I decided to go to that convent for the prayer. And there the teachers, during the time of adoration, all the sisters were praying over the students. So they used to call one student at a time, call them by name, and ask them to kneel before the Eucharist. And then they will pray upon them, asking the Holy Spirit to help them, to give them the gift of the Holy Spirit. They would pray for them. And when it came to my time, the sister prayed over me, saying that the Holy Spirit give the blessings upon her, shower her with the gifts. But she concluded the prayer by saying, Mother Mary, be a mother to her. And that was the best thing I could ask for. I feel like it's the foundation to my newfound faith. And I've been faithful, and I've not doubted ever since then. And so this is the experience that I had during my time of my studies in Georgia. And then later on, I was able to graduate by the graces of God. And then when I came back to India, I wanted to apply to UK. And I was looking at different universities to apply. I wanted to do my master's abroad. And then while I was checking at the universities, and an agency was helping me as well, during that time, I got so many multiple options for universities, and me and my mother, we were browsing through all the options. And my mother said that you have to go to church every day. It doesn't matter where you are, you have to go to church every day. And whenever you can, you have to go to church. Even though you have attended Mass, it doesn't hurt to go to church all the time. So you have to. So
pray that you get a university, you get an admission where university is closest to a church. So that's when we received the admission letter from the University of Chester, which is a walking distance from the Cathedral of Chester. So we were overjoyed, and my mother was so happy. She kept saying that this is the one for you. Because whenever we pray, my mother always said that you have to say a testimony. You have to say a testimony and say your faith out loud. So we prayed that something, a little sign happened on Tuesday during the retreat. So whatever calls we got regarding the University of Chester, all the admission letters, all the offer letters, all the calls of inquiry, everything came on a Tuesday in the evening or during the retreat. So I figured that's the most amazing and clear-cut sign that I could receive. And so we decided to choose Chester, and we applied for it for the September intake. But it didn't really work out because of our financial troubles. We decided to go for the option of education loans. We checked for so many banks. Like, you can't even imagine how many banks we went to. We asked so many people. Everybody required a guarantor, and guarantor had to be a family member, and none of the family members were willing to be a guarantor. Even the people who we thought that they could, they said that they couldn't because they have their own issues, and they were not completely willing to be a guarantor. And we thought that let's drop the idea of going abroad and studying. It's basically my dream, but if we can't, then we just can't. If it's the will of God, it will happen. So we waited for a couple of days, and the agency said that there is another option. There is another bank who is providing the loan, who can provide the loan as without any guarantor. And that's when we checked that one, but that didn't work out because they said that they're not letting, they've closed the intakes, and we thought we'll go on January, but that also didn't happen because we've been calling for a long time to that specific bank, but they said that they're not taking any students for this January intake. So I was basically really crushed. So, and I told my mother, if it's not the will of God, then it won't happen. Even if it hurts me, it's fine because it's not the will of God. And that's when a family friend of ours who was really close to us, that uncle came to us and said that he's willing to help. He said that he's willing to help, but he will only get the money in December. But on November 15th, it was the deadline for me to pay the initial fees. So we prayed a lot, and we kind of thought that it won't happen. So because the money you will only get the money by December, so there is no point in hoping. But with all God's grace, it was a miracle to say. He got the money on November 5th, and I was able to pay my fees on November 10th, and the fees was paid. And still, I had so many challenges that could actually bring our faith down. But we as a family, we still held together, and we faithfully prayed every day. And gradually, we were able to get a confirmed acceptance letter from our university, and that too we had to wait for so long. Without that letter, we cannot apply for a visa, and because that letter was delayed, our visa application also got delayed. And for me, the university, the class starts on 26th of January, but even after 9th of January, we were not able to do anything. No, 8th of January, we were not able to do anything. But immediately on the 8th of January at night, we received the cash, and we soon applied for the visa. And we thought that visa takes up to 15 to 20 days. So I won't be able to get to the university in time. So the agency said that we can ask an extension of enrollment date, but it's not exactly possible. They won't give anything more than 5 or 6 days. But I prayed. As a whole family, we prayed so much because we cannot go in 6 days. So we said that, so we prayed, and when the email response came from the university, they had extended my dates, and I have time till 9th. And I got my visa yesterday, and there I have to say another thing is that before I got my visa on Wednesday, I was able to experience the
sweetest smell of jasmine flowers. And I asked Mama Mary, if this is you, you have to show me a sign. And that's when on the next day morning we received the visa. And this is the most amazing thing that could happen. And I thank Mama Mary and Jesus Christ for all the blessings in my life.